ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ മനോഹരൻ ആ കമ്പനിയിൽ അവർ തയ്ച്ചു വെച്ചിരിക്കുന്ന അത്രയും സ്കൂൾ യൂണിഫോമുകൾ തീയിട്ട് കത്തിച്ച് വെച്ചു. അപ്പോൾ പിറ്റേന്ന് സെക്യൂരിറ്റി പറഞ്ഞത് പ്രകാരമാണ് സിദ്ധാർത്ഥും മഹേന്ദ്രനും ലക്ഷ്മിയും ചന്ദ്രികയൊക്കെ കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. ഒപ്പം തന്നെ അവിടെ ജോലി ചെയ്തിരുന്ന 5 ജോലിക്കാരികളും കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും പൊട്ടി കരയാണ് കമ്പനിയുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട്. മെഷീൻ അടക്കം ആ ഒരു കമ്പനി മൊത്തമായിട്ട് കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. ചന്ദ്രികയാണെങ്കിൽ സങ്കടത്തോടെ നിലത്തിരുന്ന് ആർത്തലച്ച് കരയാണ്. അവൾ സിദ്ധുവിനോട് പറയുന്നുണ്ട്, ഒരുപക്ഷെ അവസാനമായിട്ട് ഞാൻ ദൈവത്തിന് മുന്നിൽ വെച്ച ആ കർപ്പൂരം ഉണ്ടായിരുന്നില്ലേ, ആ കർപ്പൂരാണെങ്കിലോ ഈ തീയൊക്കെ പടർത്തിയത്. അങ്ങനെയാണെങ്കിൽ ഞാനായിരിക്കും എല്ലാ തെറ്റുകൾക്കും കാരണക്കാരി. ചന്ദ്രിക സ്വയം പഴി ഏറ്റുവാങ്ങിക്കൊണ്ട് പൊട്ടി കരയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ജോലി ഞാൻ വെറുതെ വേസ്റ്റാക്കി കളഞ്ഞു. ചന്ദ്രിക നെഞ്ചത്തടിച്ച് കരയുന്നത് കണ്ടിട്ട് മഹേന്ദ്രനും സിദ്ധാർത്ഥനും ലക്ഷ്മിക്കൊക്കെ വല്ലാത്ത സങ്കടം വരുന്നുണ്ടായിരുന്നു. അവരവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ആ ജോലിക്കാരികളും ഇങ്ങനെ പൊട്ടി കരയാണ്. അവരുടെ 1 മാസത്തോളം ഉണ്ടായിരുന്ന അധ്വാനാണ് ഒരു നിമിഷം കൊണ്ട് കത്തിപ്പോയത്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക കരയല്ലേ. അപ്പോൾ ചന്ദ്രിക പറയാണ്, എന്നെ വിശ്വസിച്ച് എത്ര വലിയൊരു ഓർഡറാണ് ആ സാറ് തന്നത്, അദ്ദേഹത്തിന് ഞാൻ എന്താ മറുപടി കൊടുക്കുക. ചന്ദ്രിക സ്വയം പഴി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവരൊക്കെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അവൾക്ക് ആശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഏത് മുഖം വെച്ചിട്ടാണ് ഞാൻ ഇനി അദ്ദേഹത്തെ പോയി ചെന്ന് കാണുക. ചന്ദ്രിക സ്വയം നിയന്ത്രിക്കാനാവാതെ പൊട്ടി കരയാണ് നെഞ്ചത്തടിച്ചുകൊണ്ട്. എന്നെ വിശ്വസിച്ചിട്ടാണ് അദ്ദേഹം ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയത്. ഇങ്ങനെ എല്ലാം വെറുതെ ആയിപ്പോയല്ലോ ദൈവമേ. നമുക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ട് ജോലി ചെയ്തവർക്കൊക്കെ എവിടുന്ന ശമ്പളം എടുത്ത് കൊടുക്കുക. ഇത്രയും പേരുടെ കുടുംബത്തിൻ്റെ ശാപം എൻ്റെ തലയിൽ വന്ന് വീഴുമല്ലോ ദൈവം എന്നൊക്കെ പറഞ്ഞ് തലയിങ്ങനെ അടിച്ച് കരയാണ് ചന്ദ്രിക. അപ്പോൾ ലക്ഷ്മി സമാധാനിപ്പിക്കുന്നുണ്ട്, ചന്ദ്രിക കരയല്ലേ മോളെ, കരയല്ലേ. ലക്ഷ്മിയും മഹേന്ദ്രനും സിദ്ധു ഒന്നും പറഞ്ഞിട്ടും ചന്ദ്രികയ്ക്ക് സങ്കടം സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അവളിങ്ങനെ സ്വയം പുലമ്പിക്കൊണ്ടേയിരിക്കുകയാണ്. അവസാനം പറഞ്ഞ് ചന്ദ്രിക ബോധം കെട്ട് വീഴുകയാണ്. ആ സമയത്ത് എല്ലാവരും അവളെ താങ്ങി പിടിക്കുന്നുണ്ടായിരുന്നു. സിദ്ധു വേഗം തന്നെ പുറത്തു പോയിട്ട് ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ചന്ദ്രികയുടെ മുഖത്ത് തളിക്കുകയാണ്. ഒരുപാട് വട്ടം വെള്ളം തളിച്ചപ്പോഴാണ് ചന്ദ്രികയ്ക്ക് ബോധം വന്നത്. എന്നിട്ട് കുറച്ച് വെള്ളം അവൾക്ക് കുടിക്കാനും കൊടുക്കുന്നുണ്ട്. ചന്ദ്രികയ്ക്ക് ആരെയും അഭിമുഖീകരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, നടക്കേണ്ടത് നടന്നു കഴിഞ്ഞു, ഇനി അത് തന്നെ പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ട് കാര്യമില്ല. ഈ സമയത്ത് നീ കുറച്ചുകൂടി ധൈര്യത്തോടെ ഇരിക്കണം. അപ്പോൾ ചന്ദ്രിക സിദ്ധുവിനോട് പറയുന്നുണ്ട്, ഇല്ല സർ, ഞാൻ സത്യം പറഞ്ഞാൽ ഈ ജോലിക്ക് ഒരു അർഹതയില്ലാത്ത വ്യക്തിയാണ്. മേഘ അന്ന് തന്നെ പറഞ്ഞതാ ഈ ജോലിയൊക്കെ നിനക്ക് സെറ്റാവില്ല എന്ന്. അതേപോലെ തന്നെ നടന്നു. എന്നോട് ക്ഷമിക്കണം ചേച്ചിമാരെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക കൈകൂപ്പിക്കൊണ്ട് അവിടെ ജോലി ചെയ്ത സ്ത്രീകൾക്ക് നേരെ തിരിയാണ്. എപ്പോഴത്തെയും പോലെ ഞാൻ വീട്ടുജോലിക്കാരിയായി തന്നെ നിന്നോളാം. നിങ്ങളെല്ലാവരും ചേർന്ന് ഈ കമ്പനിയെ ഏറ്റെടുത്ത് നടത്തിയാൽ മതി. ചന്ദ്രികയുടെ ആ ഒരു സങ്കടം പറച്ചിലും ഒക്കെ കേട്ടപ്പോൾ സിദ്ധുവിനും മഹേന്ദ്രനും ലക്ഷ്മിക്കൊക്കെ വല്ലാത്ത സങ്കടം വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ചേച്ചിമാർക്കും. അപ്പോൾ സിദ്ധു അവൾ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ചന്ദ്രിക പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് സാധിക്കില്ല സർ, ഇനി അങ്ങോട്ട് എനിക്ക് തീരെ സാധിക്കില്ല. അപ്പോൾ സിദ്ധാർത്ഥ ചന്ദ്രികയോട് പറയാണ്, തിടുക്കപ്പെട്ട് നീ ഒരു തീരുമാനം എടുക്കണ്ട അങ്കിൾ. നിങ്ങളെല്ലാവരും ചേർന്ന് ചന്ദ്രികയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് വരാം. അത് കേട്ട സമയത്ത് മഹേന്ദ്രനും ലക്ഷ്മിയും ചേർന്നിട്ട് ചന്ദ്രികയും മലരനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ സങ്കടത്തോടെ കണ്ണ് നിറഞ്ഞുകൊണ്ട് സിദ്ധു അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അല്പസമയം കൂടെ കഴിഞ്ഞപ്പോൾ സിദ്ധുവും ചന്ദ്രികയും കൂട്ടിയിട്ട് പോണ്ടിച്ചേരിയുള്ള ഒരു സ്കൂളിലേക്ക് പോവുകയാണ്. രണ്ടുപേരും കറസ്പോണ്ടൻറ്റിനെ വെയിറ്റ് ചെയ്തിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ആ സമയത്തൊക്കെ ചന്ദ്രികയ്ക്ക് വല്ലാത്ത പേടിയുണ്ടായിരുന്നു. സിദ്ധുവിനും അതേ അവസ്ഥയിൽ തന്നെയാണ്. അല്പസമയം കൂടി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം നല്ല രീതിക്കാണ് രണ്ടുപേരെയും സ്വീകരിക്കുന്നത്. ആ വരൂ ചന്ദ്രിക, ഇരിക്കൂ. ചന്ദ്രിക അദ്ദേഹത്തെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ചന്ദ്രികയ്ക്ക് ഇരിക്കാൻ തന്നെ ഒരു ഭയം തോന്നുകയാണ്. സിദ്ധു അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ ചോദിക്കുകയാണ്, എന്തായി, യൂണിഫോമൊക്കെ ഡെലിവറി ചെയ്തിട്ട് ഡെലിവറിക്ക് കൊണ്ടുവന്നതാണോ. ചന്ദ്രിക അദ്ദേഹത്തിന് എന്താ മറുപടി കൊടുക്കേണ്ടതെന്ന് അറിയാതെ പേടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കുഴപ്പമില്ല, പറഞ്ഞ ദിവസം തന്നെ മുഴുവൻ യൂണിഫോമും സ്റ്റിച്ച് ചെയ്ത് ഡെലിവറി ചെയ്തല്ലോ. ശരിക്കും പറഞ്ഞ ഈ മത്സരത്തിൽ നീ ജയിച്ചു ചന്ദ്രിക എന്ന് പറയുന്നുണ്ട്. ആ സമയത്തൊക്കെ ചന്ദ്രിക ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തെ കാര്യം പറഞ്ഞ് ബോധിപ്പിക്കുക എന്ന് വിചാരിച്ചിട്ട്. അദ്ദേഹമാണെങ്കിൽ വേഗം തന്നെ ചെക്ക് ലീഫ് എടുത്തിട്ട് ബാക്കിയുള്ള എമൗണ്ടും കൂടി അതിനകത്ത് എഴുതുകയാണ്. അത് കാണുമ്പോൾ തന്നെ ചന്ദ്രികയ്ക്കും സിദ്ധുവിനും ഒന്നുകൂടെ പേടിയാവുന്നുണ്ടായിരുന്നു. എമൗണ്ട് എഴുതിയതിന് ശേഷം ചന്ദ്രികയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നാ ഈ ചെക്കിൽ നിങ്ങൾക്ക് തരാനുള്ള ബാക്കിയുള്ള എമൗണ്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ചന്ദ്രിക അത് വാങ്ങിക്കാതെ നിറഞ്ഞ കണ്ണുകളോടെ തലയും താഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചന്ദ്രിക ഇങ്ങനെ സംശയത്തോടെ നോക്കുന്നുണ്ട്. അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, എന്താ ചന്ദ്രിക, എന്താ ഒരുമാതിരിയായിരിക്കുന്നത്, ഇന്നാ ഈ ചെക്ക് വാങ്ങിക്കോ. അവസാനം നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് ചന്ദ്രിക പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം സർ. എന്തിനാ ചന്ദ്രിക, എന്തിനാ കരയുന്നത്. നിങ്ങൾ എൻ്റെ മേൽ വെച്ചിരിക്കുന്ന വിശ്വാസം എനിക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ല സർ.
ഞാൻ നിങ്ങൾക്ക് തന്ന വാക്ക് എന്നെക്കൊണ്ട് നിറവേറ്റാൻ സാധിച്ചില്ല സർ. അദ്ദേഹത്തിന് പെട്ടെന്ന് കാര്യം മനസ്സിലായില്ല. സിദ്ധുവും തലതാഴ്ത്തിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രിക പറയുന്നത്? നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ചന്ദ്രിക പറയുന്നത്, ഇന്നലെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിരുന്ന യൂണിഫോമുകളൊക്കെ ഡെലിവറി ചെയ്യാൻ വേണ്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അവസാനമായിട്ട് ഒരു പൂജ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ദൈവത്തിന് മുന്നിൽ വെച്ച കർപ്പൂരം എരിഞ്ഞ് ആ യൂണിഫോമുകൾ മുഴുവൻ കത്തി നശിച്ചുപോയി. ചന്ദ്രിക പറഞ്ഞത് കേട്ടതും അദ്ദേഹം ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രിക നീ പറയുന്നത്? ചന്ദ്രിക കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സിദ്ധുവാണ് പറയുന്നത്, അവൾ പറയുന്നത് സത്യമാണ് സർ. സിദ്ധു സംഭവിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വിവരിച്ചു കൊടുക്കുകയാണ്. മുഴുവൻ കേട്ടതിന് ശേഷം അദ്ദേഹം ചന്ദ്രികയോടാണ് തട്ടിക്കയറുന്നത്. എന്താ ചന്ദ്രിക ഇത്? ഇത്രയും ശ്രദ്ധയില്ലാതെയാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? ഇത് ആരോടും പറയാൻ പറ്റുന്ന ഒരു കാരണമല്ല. ഇത്രയും നിസ്സാരമായൊരു കാരണം പറയാൻ നിങ്ങളെക്കൊണ്ട് എങ്ങനെയാണ് സാധിക്കുന്നത്? ചന്ദ്രിക ഒന്നും പറയാനാവാതെ കുറ്റബോധത്തോടെ കണ്ണീരോടെ നിൽക്കുകയാണ്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ വലിയ വലിയ വീട്ടിലെ കുട്ടികളാണ്. ഞാൻ പറഞ്ഞ നേരത്തിനുള്ളിൽ ആ കുട്ടികൾക്ക് സ്കൂൾ യൂണിഫോം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നെ പറ്റിയും എൻ്റെ സ്കൂളിനെ പറ്റിയും അവരെന്താണ് വിചാരിക്കുക? ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് നേടിയ പേര് ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ഇല്ലാതാക്കുകയാണോ? മൺഡേ എല്ലാ കുട്ടികൾക്കും ഇവിടുന്ന് സ്കൂൾ യൂണിഫോം വിതരണം ചെയ്യണം. സിദ്ധുവും ചന്ദ്രികയും തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ലാസ്റ്റ് നിമിഷം ഇങ്ങനെ വന്ന് പറയാൻ നിങ്ങൾക്ക് തന്നെ നാണം തോന്നുന്നില്ലേ? അപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രിക പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം സർ, ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുമെന്ന് ഞാൻ കുറച്ചുപോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ പ്രിൻസിപ്പാൾ പറഞ്ഞതാ, ഇവരെ വിശ്വസിച്ചിട്ട് ഇത്രയും വലിയൊരു ഓർഡർ കൊടുക്കരുത്. ലാസ്റ്റ് നിമിഷം നിങ്ങൾ എന്തെങ്കിലും കാണിച്ചു വെച്ചാൽ അത് നമ്മുടെ സ്കൂളിൻ്റെ പേര് തന്നെ നശിപ്പിച്ച് കളയുന്നു. സിദ്ധുവും സങ്കടത്തോടെ വിളിക്കുന്നുണ്ട്, സർ അതെ, അവർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അദ്ദേഹം ദേഷ്യത്തോടെയാണ് ചന്ദ്രികയോട് സംസാരിക്കുന്നത്. സ്റ്റുഡൻസിനും പാരൻസിനും ഈ സ്കൂളിൻ്റെ മേലുണ്ടായിരുന്ന വിശ്വാസം മുഴുവനായിട്ട് നഷ്ടപ്പെടും. സർ അങ്ങനെയൊന്നും സംഭവിക്കില്ല സർ, സിദ്ധു പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രികയോട് അദ്ദേഹം പറയാണ്, ഏകദേശം 30 ലക്ഷം രൂപയുടെ അടുത്തുള്ള മെറ്റീരിയൽസ് മാത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. സിദ്ധുവും ചന്ദ്രികയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് ടെൻഷനോടെ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ടാലി ചെയ്യുക? സർ പ്ലീസ് സർ, സിദ്ധു അദ്ദേഹത്തോട് യാചിക്കുകയാണ്. അതിനുശേഷം അവർ തമ്മിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അവസാനം ചന്ദ്രിക കൈകൂപ്പിക്കൊണ്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, സാർ ഞാൻ ചെയ്തത് വളരെ വലിയൊരു തെറ്റ് തന്നെയാണ്. അതിൻ്റെ പേരിൽ നിങ്ങൾ എന്ത് ശിക്ഷ തന്നാലും ഞാനത് സ്വീകരിക്കാം. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിനക്ക് ശിക്ഷ തന്നതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുമോ? ഇങ്ങോട്ട് നോക്ക്, 35 ലക്ഷം രൂപയാണ് എനിക്കിതിലിപ്പോൾ നഷ്ടമായിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ 10 ദിവസത്തെ സമയം തരാം. വീണ്ടും എല്ലാ യൂണിഫോമും സ്റ്റിച്ച് ചെയ്ത് എനിക്ക് ഡെലിവറി തന്നേ പറ്റൂ. അത് കേട്ട് ചന്ദ്രിക ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അവൾ സിദ്ധുവിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് പറയാണ്, സർ അത്രയും പണത്തിന് ഞാൻ എവിടെ പോവാനാ? കടം ചോദിച്ചാൽ പോലും എനിക്കിപ്പോൾ ആരും തരില്ല സർ. അപ്പം അദ്ദേഹം പറയാണ്, അപ്പം അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ വേണ്ടത്? ഓരോ സ്റ്റുഡൻസിൻ്റെ അടുത്തും പോയി കൈനീട്ടി യാചിക്കണോ? അയ്യോ അങ്ങനെയല്ല സർ. എന്നെ വിശ്വസിച്ച് ഈ സ്കൂളിനെ വിശ്വസിച്ചിട്ടാണ് ഓരോ പാരൻസും അവരുടെ കുട്ടികൾ ഇവിടെ ചേർക്കുന്നത്. അവരുടെ അടുത്ത് എനിക്കൊരു എക്സ്ക്യൂസും പറയാൻ സാധിക്കില്ല. അപ്പോൾ സിദ്ധാർത്ഥ് പറയാണ്, സർ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട സർ. എങ്ങനെയെങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിലും നിങ്ങൾ പറഞ്ഞ ആ 10 ദിവസത്തിനകം യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് ഞങ്ങളിവിടെ എത്തിച്ചിരിക്കും. ചന്ദ്രിക അതിശയത്തോടെ സിദ്ധുവിനെ നോക്കുകയാണ്, ഇദ്ദേഹം എന്താ ഈ പറയുന്നതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കറസ്പോണ്ടൻറ്റ് പറയുന്നുണ്ട്, സിദ്ധാർത്ഥ് ഇത് തമാശയല്ല. പറഞ്ഞ ദിവസത്തിനകം പറഞ്ഞ സമയത്ത് തന്നെ ഡെലിവറി ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ അവസ്ഥ വളരെ മോശമായിരിക്കും. അതുകൊണ്ട് ഇനിയും 10 ദിവസത്തിനകം യൂണിഫോമുകൾ മുഴുവൻ സ്റ്റിച്ച് ചെയ്ത് എനിക്ക് ഡെലിവറി ചെയ്ത് തന്നേ പറ്റൂ. ഷുവർ സർ, തീർച്ചയായിട്ടും ഞങ്ങൾ തന്നിരിക്കും, സിദ്ധാർത്ഥ് പറയാണ്. അതിനുശേഷം അദ്ദേഹത്തോട് യാത്ര ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ആ പോയിക്കോ. അവർ രണ്ടുപേരും ആ മുറിക്ക് പുറത്തിറങ്ങിയ സമയത്ത് ചന്ദ്രിക സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട്, സർ എങ്ങനെയാണ് സർ 10 ദിവസത്തിനുള്ളിൽ നമുക്ക് അത്രയും യൂണിഫോം തയ്ച്ചു കൊടുക്കാൻ സാധിക്കുക? ആരാ സർ നമ്മളെ വിശ്വസിച്ച് അത്രയും വലിയൊരു എമൗണ്ട് തരിക? അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക തെറ്റ് സംഭവിച്ചു, പക്ഷേ ഇനി അതേ തന്നെ ചിന്തിച്ചിട്ട് വിഷമിക്കുന്നതിൽ അർത്ഥമില്ല. അതിൽ നിന്ന് പുറത്തു കടക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇനി ശ്രമിക്കേണ്ടത്. നമ്മളെ വിശ്വസിച്ച് ഇത്രയും വലിയൊരു ഓർഡർ തന്ന ഒരാളെ നമ്മളങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ പാടില്ല ചന്ദ്രിക. നമ്മളെ കൊണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സ്കൂളിനും ഒരു ചീത്തപ്പേര് വരാൻ പാടില്ല. നമ്മളെ വിശ്വസിച്ചിട്ട് അദ്ദേഹം ഇത്രയും വലിയൊരു ഓർഡർ തന്നിട്ട് നമ്മൾ ആ ഓർഡർ സമയത്തിന് കൊടുത്തില്ല എന്ന് വിചാരിക്കുക. മേഘ തന്നെ ഈ ന്യൂസ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിനി ഒരു ഓർഡറും വരാത്ത രീതിയിൽ അവൾ ഇതിനെ വളരെയധികം വലിയ വിഷയമാക്കിക്കൊണ്ടിരിക്കും. ഈ ഒരു വിഷയം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ കമ്പനി തന്നെ അവൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സിദ്ധു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ചന്ദ്രയ്ക്ക് വ്യക്തമാവുന്നുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, അവസാനം ഇത് നിന്റെ മാത്രം തോൽവിയായിരിക്കില്ല, മഹേന്ദ്രൻ അങ്കിളിൻ്റെയും ത്യാഗരാജൻ മുത്തശ്ശൻ്റെയും ഒക്കെ തോൽവിയായി മാറും. നിന്നെ വിശ്വസിച്ച് ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം തന്നവർക്ക് നീ ഇങ്ങനെ ഒരു വേദന കൊടുക്കാൻ പാടുണ്ടോ? പറ. ചെയ്യാൻ പാടില്ല ചന്ദ്രിക.
നമ്മളെക്കൊണ്ട് സാധിക്കും, നിന്നെക്കൊണ്ട് സാധിക്കും. മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും സിദ്ധു പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ചന്ദ്രയ്ക്ക് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് സിദ്ധു പറയുന്നുണ്ട്, വാ നമുക്ക് അടുത്ത പ്ലാനിനെ കുറിച്ച് ചിന്തിക്കാം. ചന്ദ്രിക നേരെ പോയത് ഓഫീസിലേക്കാണ്. അവളുടെ ക്യാബിനിൽ പോയ സമയത്ത് മേഘ അവളുടെ സീറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. മേഘ ചന്ദ്രികയെ കണ്ട സമയത്ത് ഒരു പുച്ഛത്തോടെ ചിരിക്കുകയാണ്. ചന്ദ്രിക നേരെ പോയിട്ട് അവളുടെ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മേഘ പരിഹസിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചോദിക്കുകയാണ്, എന്താ ചന്ദ്രിക, സാധാരണയായിട്ട് നീ വന്ന ഉടനെ തന്നെ ദൈവത്തിന് മുന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമല്ലേ സീറ്റിൽ ഇരിക്കാറുള്ളൂ? ഇന്ന് മാത്രം എന്താ കർപ്പൂരം കത്തിക്കുന്നില്ല, ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നില്ല? മേഘ പരിഹാസത്തോടെയാണ് സംസാരിക്കുന്നതെന്ന് ചന്ദ്രയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഒരു അക്ഷരം പോലും പറയാതെ മേഘയെ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ മേഘ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, നീ എപ്പോഴും കത്തിക്കുന്ന കർപ്പൂരം തന്നെ നിന്നെ മൊത്തമായിട്ട് വിഴുങ്ങിക്കളഞ്ഞു. അതിനും ചന്ദ്രിക മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോൾ മേഘ പരിഹാസത്തോടെ ചോദിക്കുകയാണ്, ഇനി നീ നിന്റെ കൈകൊണ്ട് കർപ്പൂരം തൊടുവോ? നീ പ്രാർത്ഥിക്കുന്ന ദൈവം തന്നെ നിന്നെ കൈവിട്ട് കളഞ്ഞു, കണ്ടോ? ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? നീയും നല്ലവളല്ല, നിന്റെ അച്ഛനും അമ്മയും നല്ലവരല്ലാന്ന് മനസ്സിലായോ? അച്ഛനെ അമ്മയും കൂടെ ചേർത്ത് മേഘ പറഞ്ഞതുകൊണ്ട് തന്നെ ചന്ദ്രികയ്ക്ക് അത് നന്നായിട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നു. അവൾ പറയുന്നുണ്ട്, ദൈവം നല്ലവരെ ഒരുപാട് പരീക്ഷിക്കും എന്ന് വെച്ച് കൈവിടില്ല. ഞങ്ങളെ ഒരു നാളിലും ദൈവം കൈവിടില്ല. പക്ഷെ നിന്നെപ്പോലുള്ള ആളുകളെ തീർച്ചയായിട്ടും ദൈവം കൈവിടുക തന്നെ ചെയ്യും. അപ്പോൾ മേഘ കളിയാക്കി ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചന്ദ്രികയെ. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, നിന്നെപ്പോലെ ഉള്ള ആളുകളുടെ നാശം ഒരുപാട് ദൂരെയൊന്നുമല്ല. അപ്പോൾ മേഘ കളിയാക്കിയിട്ട് പറയാണ്, ഇങ്ങനെ വീമ്പ് പറഞ്ഞ് ഒരുപാട് ആളുകൾ ഇപ്പം നശിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നീയും നിൻ്റെ കുടുംബവും നശിക്കാൻ പോവുകയാണ്. അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും. അപ്പോഴേക്കും ഒരു സ്റ്റാഫ് അങ്ങോട്ടേക്ക് വന്നിട്ട് ചന്ദ്രികയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കമ്പനി ജോലി ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെ കാണാൻ വന്നിട്ടുണ്ടെന്ന്. ശരി, എല്ലാവരോടും വരാൻ പറ. അപ്പോൾ ചന്ദ്രിക പറഞ്ഞ സമയത്ത് ആ 5 ചേച്ചിമാരും അങ്ങോട്ടേക്ക് കയറി വരികയാണ്. അവരോടത്ത് ചന്ദ്രിക ഇരിക്കാൻ പറഞ്ഞ സമയത്ത് അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഇരുന്ന് സംസാരിക്കാൻ വന്നതല്ല, ഞങ്ങൾ 1 മാസത്തോളം ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. അത് കേട്ടതും ചന്ദ്രിക ആകെ വിരണ്ട് നിൽക്കുകയാണ്. മേഘയ്ക്കാണെങ്കിൽ ചിരി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി പറയാണ്, മാനേജറോട് ചോദിച്ച സമയത്ത് ഇപ്പോഴൊന്നും ശമ്പളം കിട്ടില്ല, ഒരു 5-6 മാസമെങ്കിലും കഴിയുമെന്നാണ് പറഞ്ഞത്. 6 മാസം ശമ്പളം ഇല്ലാതെ നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല മാഡം ഞങ്ങളുടെ കുടുംബം ഉള്ളത്. അപ്പോൾ ചന്ദ്രിക ആകെ വിഷമത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ വിഷമം പറയാണ്. മാഡം, എൻ്റെ കുട്ടിക്ക് സ്കൂളിലെ ഫീസ് അടക്കാനുണ്ട്. അപ്പോൾ വേറൊരു ചേച്ചി പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ ഓപ്പറേഷനാണ്, ഓപ്പറേഷൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കാല് തന്നെ വെട്ടി മുറിച്ചിടേണ്ടി വരും. അപ്പോൾ എപ്പോഴും ചന്ദ്രികയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ചേച്ചി പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക് ഹൃദയത്തിൽ ഓട്ടമുള്ളത് നിങ്ങൾക്കറിയാലോ, എൻ്റെ മോളുടെ അവസ്ഥ പോലും ഇപ്പോൾ ദയനീയമാണ്. ഉടനെ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ മോളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങണം മോളെ. അവരുടെയൊക്കെ ആ ഒരു വിഷമങ്ങൾ കേട്ടപ്പോൾ മേഘയ്ക്ക് വല്ലാത്ത ചിരിയാണ് വരുന്നത്. അപ്പോൾ അതിലൊരു ചേച്ചി പറയുന്നുണ്ട്, നിങ്ങൾ മാഡം പൈസ തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. മുഴുവൻ കേട്ടതിന് ശേഷം ചന്ദ്രിക സങ്കടത്തോടെ പറയുന്നുണ്ട്, നിങ്ങളുടെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്കൂൾ യൂണിഫോം മൊത്തമായിട്ട് കത്തിപ്പോയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ സ്കൂളിലെ കറസ്പോണ്ടൻറ്റ് 10 ദിവസത്തിനകം വീണ്ടും സ്കൂൾ യൂണിഫോം തയ്ച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് കടം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനും സിദ്ധു സാറും കൂടി കഷ്ടപ്പെടുകയാണ്. പണം കിട്ടിക്കഴിഞ്ഞാൽ സ്കൂൾ യൂണിഫോം തയ്ച്ചിട്ട് ആ സ്കൂളുകാർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പണം കൂടി അവർ നമുക്ക് തരും. ആ പണം കിട്ടിയാൽ അപ്പം തന്നെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കൂലി തരാം. അപ്പോൾ ഒരു ചേച്ചി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എപ്പോഴാണ് കടം കിട്ടുക, എപ്പോഴാണ് സ്കൂൾ യൂണിഫോം തയ്ക്കുക? അത്ര വരെ എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല മോളെ. ചന്ദ്രിക ആകെ വല്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ മറ്റേ ചേച്ചിയും പറയുന്നുണ്ട്, എൻ്റെ മോൾക്കും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ അവസ്ഥ വളരെ ദയനീയമാവും. എനിക്ക് നിങ്ങളോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ചന്ദ്രിക സങ്കടത്തോടെ പറഞ്ഞപ്പോൾ അതിലൊരു ചേച്ചി പറയാണ്, നിങ്ങളുടെ അച്ഛൻ വലിയൊരാളല്ലേ, അദ്ദേഹത്തിന് അറിയാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല. അദ്ദേഹത്തോട് ആരോടെങ്കിലും കടം വാങ്ങിയിട്ട് ഞങ്ങളുടെ ശമ്പളം ഒന്ന് തരാമോ മാഡം? അത് കേട്ട സമയത്ത് മേഘ പരിഹസിച്ച് ചിരിക്കുകയാണ്. അത് കേട്ട് ചന്ദ്രിക സങ്കടത്തോടെ നിൽക്കുന്ന സമയത്ത് മേഘ പറയുന്നുണ്ട്, ചന്ദ്രിക നിങ്ങൾക്കൊക്കെ ശമ്പളം തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സത്യമായിട്ട് അവൾക്ക് തരാൻ പറ്റില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവൾക്ക് ഒരുപാട് കടമുണ്ട്. നിങ്ങളെയല്ല ഞാനെന്ന് എൻ്റെ കമ്പനിയിലേക്ക് വിളിച്ചപ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ വരായിരുന്നു. ചന്ദ്രികയുടെ കൂടെ ഞങ്ങൾ നിൽക്കുള്ളൂ, മഹേന്ദ്ര സാർ ഞങ്ങൾക്ക് ദൈവമാണെന്ന് പറഞ്ഞിട്ട് നിന്നതല്ലേ. എന്നിട്ട് ഇപ്പം എന്താ സംഭവിച്ചത്? ഇന്നിപ്പോൾ ശമ്പളത്തിന് വേണ്ടിയിട്ട് ചന്ദ്രികയ്ക്ക് മുന്നിൽ വന്നിട്ട് കെഞ്ചുക അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അർഹിച്ചതാണ്. അവരെല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുമ്പോൾ മേഘ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഇങ്ങനെ സങ്കടം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അവസാനമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു അവസരം കൂടെ തരാം. മനോഹരൻ അങ്കിളിനെ കണ്ടിട്ട് എൻ്റെ കമ്പനിയിൽ വന്ന് ജോലി ചെയ്തോ. അത് കേട്ടതും ചന്ദ്രിക ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രികയെ നോക്കിക്കൊണ്ട് മേഘ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ജോലി ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഞാൻ മാസം മാസം ശമ്പളം തരാം. അപ്പോൾ തന്നെ ചന്ദ്രിക അവരോട് പറയുന്നുണ്ട്, ചേച്ചി തിരക്ക് പിടിച്ചിട്ട് നമ്മുടെ കമ്പനി വിട്ട് പോവരുത്. നിങ്ങളെല്ലാവരും ജോലിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സ്കൂൾ യൂണിഫോമിൻ്റെ വർക്ക് ചെയ്തു തീർക്കാൻ പറ്റില്ല.
അപ്പോൾ ആ ഒരു ചേച്ചി പറയാണ്, ശമ്പളം ഇല്ലാതെ ഒരു മാസം വരെ ജോലി ചെയ്യാം, പക്ഷേ എപ്പോഴും ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ കട നിങ്ങളെ കൊണ്ട് തന്നെ വീട്ടാൻ പറ്റാത്ത ഈ അവസരത്തിൽ ഞങ്ങൾക്കുള്ള ശമ്പളം നിങ്ങൾ എങ്ങനെ തരാനാ? ഇനി നിങ്ങളെ വിശ്വസിച്ചിട്ട് ഒരു പ്രയോജനമില്ല മോളെ. ദയവ് ചെയ്ത് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. മേഘ മാഡത്തിൻ്റെ കമ്പനിയിൽ ഞങ്ങൾ ജോലിക്ക് ചേർന്നോളാം. മേഘ മാഡം, ഞങ്ങൾ എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കമ്പനിയിൽ ജോലിക്ക് ചേർക്കണം. ഇപ്പോഴാണ് നിങ്ങളെല്ലാവരും ശരിയായ തീരുമാനം എടുത്തത്. ഇപ്പം തന്നെ മനോഹരൻ അങ്കിളിനെ കണ്ടിട്ട് എൻ്റെ കമ്പനിയിൽ ജോലിക്ക് ചേർന്നോ? ശരി മാഡം, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മേഘയ്ക്ക് നേരെ കൈകൂപ്പുകയാണ്. അതിനുശേഷം ചന്ദ്രികയോട് ഇതുവരെ ചെയ്ത ജോലിക്കുള്ള ശമ്പളം തരാൻ വേണ്ടി പറഞ്ഞിട്ടാണ് അവരവിടുന്ന് പോകുന്നത്. ചന്ദ്രിക തോറ്റുപോയതുപോലെ അവിടെ സീറ്റിലിരിക്കുകയാണ്. അപ്പോൾ മേഘ പരിഹസിക്കുന്നുണ്ട്. എന്താ ചന്ദ്രിക, നിന്റെ അച്ഛൻ്റെ അവസാനം ഉണ്ടായിരുന്ന 5 വിശ്വാസികൾ കൂടി ഇപ്പം എൻ്റെ കമ്പനിയിൽ ജോലിക്ക് ചേർന്നു. ഇനി ആരും ഇല്ലാണ്ട് നീയും നിന്റെ അച്ഛനും കൂടി ഇരുന്നിട്ട് തയ്യൽ മെഷീൻ വെറുതെ ചവിട്ടി കളിക്കുമോ? ചന്ദ്രിക ഒന്നും മറുപടി പറയാനാവാതെ ഇരിക്കുകയാണ്. അപ്പം മേഘ പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് സ്കൂൾ യൂണിഫോം ഒന്നും തയ്ക്കാൻ സാധിക്കില്ല. എല്ലാവരും കുടുംബത്തോടെ ഇരുന്ന് തയ്യൽ മെഷീനൊക്കെ തുടച്ച് വൃത്തിയാക്ക്. അതാണ് നിങ്ങളുടെയൊക്കെ വിധി. ഞാൻ അന്നേ പറഞ്ഞതല്ലേ ചന്ദ്രിക, നിനക്ക് ഈ ജോലിയൊന്നും സെറ്റാവില്ല എന്ന്. നിനക്കറിയുന്നത് പാത്രം കഴുകുന്നതും കൃഷി ചെയ്യുന്നതൊക്കെയാണ്. പോയിട്ട് അത് ചെയ്, അല്ലാതെ ഇതൊന്നും നിനക്ക് സെറ്റേ ആവില്ല. ചന്ദ്രിക മറുപടി ഒന്നും പറയാതെ കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, മഹേന്ദ്രൻ അച്ഛനെയും ലക്ഷ്മി അമ്മയെ ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. നിന്നെ വിശ്വസിച്ചിട്ടാണ് അവർ ഈ വലിയ വലിയ ദൗത്യമൊക്കെ ഏൽപ്പിക്കുന്നത്. പക്ഷേ നീ ഒരു ഡമ്മി പീസാണെന്ന് അവർക്കറിയില്ലല്ലോ. ചന്ദ്രികയെ പരിഹസിക്കാവുന്നതിൻ്റെ മാക്സിമം മേഘ പരിഹസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.